ശബരിമലയിലെ മിൽമയുടെ നെയ്യ് തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് പങ്കുണ്ടോ എന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. ഓഗസ്റ്റിൽ കാലാവധി പൂർത്തിയാകുന്ന വിജിലൻസ് എസ്.പിക്ക് കാലാവധി നീട്ടി നൽകും. എസ്.പി തുടരണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയെ അറിയിക്കും. ഈ മിൽമ സപ്ലൈ ചെയ്ത നെയ്യെ പറ്റിയുള്ള വിഷയത്തിൽ കരാർ നിലവിലുണ്ടായിരുന്നെങ്കിലും ജനുവരിക്ക് ശേഷം അത് വാങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യായപ്പോൾ പിന്നെ സപ്ലൈ നിർത്തി. അപ്പോൾ അതിന് മുമ്പാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പിലത്തെ വർഷം ഇതൊരു സ്വകാര്യ ഏജൻസിക്ക് സപ്ലൈ ചെയ്യാൻ ഓർഡർ കൊടുത്തിരുന്നു 2024-25. അതിൻ്റെ ഗുണനിലവാരം വളരെ മോശമായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം മിൽമയ്ക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ അതിനെപ്പറ്റി ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ വിജിലൻസിനെ കൊണ്ട് അത് കുറച്ചുകൂടെ വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ബോർഡ്. കാലാകാലങ്ങളിൽ അവിടെ വരുന്ന എല്ലാ ഫുഡ് ഐറ്റത്തിൻ്റെയും കാര്യത്വവും ക്വാളിറ്റിയും ഒക്കെ വിജിലൻസ് റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. നമ്മുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലും വരും എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത്. സാമ്പിൾ എടുത്ത കാര്യത്തിലൊക്കെ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മിൽമ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പറ്റി അന്വേഷണത്തിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൈയുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. ആ സംശയത്തിന് മുൻപേ ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. അപ്പോഴും ഒരു സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമല കൊള്ളയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എവിടെയും എന്തിനും ഏതിനും കൈക്കൂലി, കൊള്ള ഇതൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുൻപേ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ദേവസ്വത്തിന് സ്വന്തമായ ഒരു വിജിലൻസ് സംവിധാനമുണ്ട്. അതിനൊരു എസ്.പി ആണ് നേതൃത്വം നൽകുന്നത്. ആ എസ്.പിക്ക് അന്വേഷണം നടത്താനുള്ള ചുമതല നൽകുന്നു എന്നുകൂടി അറിയിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, എന്താണ് ഈ തീരുമാനം ഇപ്പോൾ ബോർഡിൻ്റെതായി വരുന്നത്? ബോർഡ് പ്രസിഡന്റ് പറയുന്ന പ്രകാരമാണെങ്കിൽ ദേവസ്വം വിജിലൻസിന്റെ എസ്.പി അന്വേഷിക്കുമെന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു ക്ലീൻ ചിറ്റ് ഫുള്ളായി നൽകാൻ കഴിയുന്നതല്ല. പല സംശയങ്ങളുമുണ്ടല്ലോ പ്രശാന്ത്. പ്രജീഷ്, ഈ മിൽമയുടെ നെയ് തട്ടിപ്പ് ഇത് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദേവസ്വം വിജിലൻസിനോട് വിശദമായൊരു അന്വേഷണം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന് ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ, മാത്രമല്ല എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, ഒപ്പം തന്നെ വിജിലൻസിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇക്കാര്യങ്ങൾ പരിശോധിക്കാനാണ് ദേവസ്വം വിജിലൻസ് എസ്.പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധിച്ച് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പമ്പയിൽ നടത്തിയ പരിശോധനയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ഇപ്പോഴും ഉറപ്പ് പറയാനാകുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തായാലും സന്നിധാനത്തേക്ക് ഈ പമ്പയിൽ നിന്ന് അയച്ച ഈ മിൽമയുടെ നെയ്യ് അതെല്ലാം ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണെന്നാണ്. അതായത് ഗുണമേന്മ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഈ നെയ്യ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. ശരി, വിജിലൻസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ തെളിയും എന്നുള്ള പ്രതീക്ഷയിലാണിപ്പോൾ ദേവസ്വം ബോർഡ് ഉള്ളത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.